blessing today. ബ്ലെസ്സിങ് ടുഡേ ആയിട്ടെന്ന് വെച്ചാൽ അതൊരു പ്രോഗ്രാമാണെന്ന് വെച്ചാൽ വീട്ടിലിപ്പം ദൂരെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് ആ പ്രോഗ്രാം ഡയറക്റ്റ് ഇങ്ങനെ ടി വിയിൽ കണ്ടുകൊണ്ട് അവർക്ക് നേടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നേടാൻ പറ്റും അത് കണ്ടേച്ച്. അപ്പം എനിക്കെന്ന് വെച്ചാൽ അതൊരു ഇവർ ചെയ്തിരിക്കുന്ന ഒരു ബെസ്റ്റ് കാര്യമാണ്. വൺ അഡ്വൈസ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ഗിവ് ടു ഓൾ ദ യൂത്ത്സ് ഓഫ് മൈ ഏജ് ലൈക്ക് ഹു ഹവ് ബീൻ സ്ട്രഗ്ലിംഗ് ത്രൂ ദ സിമിലർ ഫേസ് ദാറ്റ് ഐ വെന്റ് ടു. ബിലീവ് ഇൻ ലോർഡ് ജീസസ്. If you believe and if you have faith in Him, trust Him, and I assure you that He will work for you and you will see the miracles happening in your life. Just that happened to me. Like, I was a person who used to fail in subjects, and after that I got an aggregate of 70% in my engineering. Welcome to Blessing Today. ഇത് 450ാമത്തെ Blessing Today എപ്പിസോഡാണ്. I really thank God for blessing us thus far. ദൈവത്തോട് നന്ദി പറയുമ്പോൾ തന്നെ ഈ 450 എപ്പിസോഡുകൾ ഓരോ ദിവസവും സ്പോൺസർ ചെയ്ത എല്ലാവരോടും യേശുവിൻ്റെ നാമത്തിൽ ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയുടെ പേരിൽ, പ്രേക്ഷകരുടെ പേരിൽ പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. സ്പോൺസേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഒരു എപ്പിസോഡ് പോലും നമുക്ക് ഭംഗിയായി ടെലികാസ്റ്റ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ എവറി സ്പോൺസർ ഓഫ് ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ്സ്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു നമ്മുടെ ബൈബിൾ ആൻഡ് യു മെഗാ കോൺടെസ്റ്റ് നടന്നത്. കേരളത്തിൽ എമ്പാടും പല ജില്ലകളിൽ പല സെൻറ്ററുകളിലായി 100 കണക്കിന് പേർ വന്ന് ആ എക്സാമിൽ അപ്പിയർ ചെയ്ത് കൺഗ്രാജുലേഷൻസ്. അതിൻ്റെ ഇവാലുവേഷൻ എത്രയും വേഗം നടക്കി അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കറിയാൻ സാധിക്കും. അതിൻ്റെ അടുത്ത ലെവലുള്ള എക്സാം നവംബർ 15 നടക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക, ഒരുങ്ങുക. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ഈ 450ാമത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബ്ലെസ്സിങ് സെൻറ്റർ കോഴഞ്ചേരി ആണ്. നമുക്ക് അവിടെയുള്ള ആ എല്ലാ സഹോദരീ സഹോദരന്മാർക്ക് വേണ്ടി, അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് അവരാണ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. കർത്താവ്, ഞങ്ങളെല്ലാവരും ചേർന്ന് ബ്ലെസ്സിങ് സെൻറ്റർ കോഴഞ്ചേരിക്കായി പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള ഓരോരുത്തരെയും വ്യക്തിപരമായി ഇൻഡിവിജ്വലി കർത്താവെ അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിക്കുന്നു. ആത്മീയമായും ഭൗതികമായും അവരെ അനുഗ്രഹിക്കുമ്പോൾ തന്നെ ആ ബ്ലെസ്സിങ് സെൻറ്റർ കൂടുതൽ വളരുവാൻ, എല്ലാ നിലകളിലും വളർന്ന് ആ ജില്ലയ്ക്കും അനേകർക്ക് ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ബ്ലെസ്സിങ് സെൻറ്റർ കോഴഞ്ചേരിയിൽ എത്തുന്നവർ രോഗസൗഖ്യങ്ങൾ പ്രാപിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കട്ടെ, വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ. എല്ലാറ്റിലുപരിയായി യേശു നൽകുന്ന സൗജന്യമായ നിത്യജീവൻ അനേകർ അവകാശമാകട്ടെ. ഞങ്ങളെല്ലാവരും ചേർന്ന് ബ്ലെസ്സിങ് സെൻറ്റർ കോഴഞ്ചേരി ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you Blessing Center കോഴഞ്ചേരി for sponsoring today's episode. May God bless you in a very very special way. കഴിഞ്ഞ ആഴ്ചയിൽ അനൗൺസ് ചെയ്തിരുന്നത് പോലെ ഇന്നൊരു പുതിയ മെസ്സേജ് സീരീസ് നമ്മൾ ആരംഭിക്കുകയാണ്. The Call and Election of God. ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും. എനിക്ക് വളരെ വളരെ പ്രിയങ്കരമായ ഒരു സബ്ജക്റ്റാണ് ഈ ആഴ്ചകളിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ദിസ് ഇസ് റിയലി റിയലി വണ്ടർഫുൾ 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 മെസ്സേജ് സീരീസ്. കഴിഞ്ഞൊരു ദിവസം ഈ ഒരു സബ്ജക്റ്റ് ഒന്ന് ബ്ലെസ്സിങ് ടുഡേയിൽ സംസാരിച്ചാൽ കൊള്ളാം എന്നൊരു റിക്വസ്റ്റ് ലഭിച്ചു. അപ്പോഴാണ് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഈ മെസ്സേജ് ഫോം ചെയ്യുകയും ചെയ്തത്. ഞാനൊരു അനുഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ദ വെരി നെക്സ്റ്റ് ഡേ ഓർ ദ സെയിം ഡേ ഇറ്റ് സെൽഫ് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൾ റോഡിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഡാമിയൻ,
നാളെ മുതൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് പഠിപ്പിക്കാമോ? ഒരു ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, ആൾക്കം. ആ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ നേരിട്ട് എന്നെ വിളിച്ചപ്പോൾ ഐ വാസ് റിയലി എക്സൈറ്റഡ്. കാരണം ഒരു സ്റ്റാഫല്ല വന്ന് വിളിച്ചിരിക്കുന്നത്, ആ സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഹെഡായി നിൽക്കുന്ന അദ്ദേഹമാണ് എന്നോട് വന്ന് പറയുന്നത് അവിടെ വന്ന് ഒന്ന് പഠിപ്പിക്കാം. അടുത്ത ഒരു 7 വർഷം എൻ്റെ ലൈഫിനെ മുഴുവൻ വഴിതിരിച്ചു വിട്ട ഒരു കോൾ ആയിരുന്നു അത്. പിറ്റേ ദിവസം മുതൽ തുടർന്നുള്ളൊരു 7 വർഷം ഒരു ടീച്ചറായി ഞാൻ പ്രവർത്തിച്ചു. ദാറ്റ് റിയലി ഡിഡ് സം ഫൗണ്ടേഷൻ വർക്ക്സ് ഇൻ മൈ ലൈഫ്. ഒത്തിരി കുട്ടികളെ പഠിപ്പിക്കാനും ആ ടീച്ചിങ് എക്സ്പീരിയൻസ് ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തു. അവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി കരുതാനും അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ച് ഷേപ്പ് ചെയ്യാനും, അങ്ങനെ എൻ്റെ ലൈഫിലും ആ കുട്ടികളുടെ ലൈഫിലും ഒക്കെ അനുഗ്രഹപ്രദമായി മാറിയ വർഷങ്ങളായിരുന്നു അടുത്ത 7 വർഷങ്ങൾ. പക്ഷെ അതിൻ്റെ എല്ലാം കാരണം ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ വന്ന് എന്നെ വിളിക്കുന്നു. നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന ടോപ്പിക് ദൈവത്തിൻ്റെ വിളിയാണ്. ദൈവം വന്ന് നമ്മെ വിളിച്ചാൽ, ഒരു സ്ഥാപനത്തിൻ്റെ അധികാരി വന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഇത്രയും സന്തോഷം തോന്നുമെങ്കിൽ, ദൈവം വന്ന് നമ്മളെ നേരിട്ട് വിളിച്ചാൽ നമുക്കുണ്ടാകാൻ പോകുന്ന സന്തോഷം എന്തായിരിക്കും? സാധാരണ ഒരു PSC എക്സാം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മിലിറ്ററിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ സാധാരണ ഞാൻ കണ്ടുവരുന്നൊരു വിജ്ഞാപനം ആദ്യം പുറപ്പെടുവിക്കുന്നു, ഒരറിയിപ്പ്. ഇന്നിന്ന തസ്തികകളിലേക്ക് ഒത്തിരി ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട്, 1000 ഒഴിവുണ്ട്, 1500 ഒഴിവുണ്ട്, 2000 വേക്കൻസി ഉണ്ട്, അല്ലെങ്കിൽ 50 വേക്കൻസി ഉണ്ട്. അതിനുവേണ്ടി എല്ലായിടങ്ങളിലും പ്രസിദ്ധീകരിക്കപ്പെടും. അതിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അങ്ങനെ ഉദ്യോഗാർത്ഥികളെല്ലാം അപേക്ഷകൾ അയക്കുന്നു. 1000കണക്കിന് പേർ ഒരുപക്ഷെ അപേക്ഷ PSCയുടെ ആ ക്ഷണം സ്വീകരിച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യും. അതിൽ നിന്നും അടുത്ത ലെവൽ ഒരുപക്ഷെ ഒരു എക്സാം ആയിരിക്കും, ഒരു തിയറി എക്സാം. ഒത്തിരി പേർ ചെന്ന് പരീക്ഷ എഴുതുന്നു, PSC ടെസ്റ്റ് എഴുതുന്നു, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റ് എഴുതുന്നു. ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരുന്നു. ആ റിസൾട്ടിൽ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരുപക്ഷെ ആദ്യത്തെ റാങ്ക് മുതൽ താഴേക്ക് ഉള്ളവരെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു. ഇൻ്റർവ്യൂവിൽ സക്സസ് ആകുന്നവരെ അപ്പോയിൻമെൻറ്റ് നൽകപ്പെടുന്നു. അങ്ങനെ അവർ ജോലിയിൽ പ്രവേശിക്കും. അപ്പോൾ അവിടെ ഒരു കോളിലാണ് തുടങ്ങുന്നത്, ഒരു ഇൻവിറ്റേഷനിലാണ് തുടങ്ങുന്നത്. ആ ഇൻവിറ്റേഷൻ മുതൽ ഒരു പ്രോസസ്സിന് ശേഷം അവസാനം അവർ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ നിയമിക്കുന്നു. ഇതുപോലെ ദൈവവും നമ്മെ വിളിക്കുന്നുണ്ട്. എനിക്കറിയാം, ദൈവവിളി, ദ കോൾ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വിളി എന്ന് പറയുന്നത് ലോകത്തിൽ ഒത്തിരി അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ചിലരൊക്കെ വിചാരിക്കുന്നത് ചിലർക്കൊക്കെ ദൈവവിളിയുണ്ട്, ചിലർക്ക് മറ്റുള്ളവരൊക്കെ ദൈവം തഴഞ്ഞേക്കുക. എന്നാൽ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഗോഡ് ഈസ് കോളിംഗ് എവ്രി വൺ. ദൈവം എല്ലാവരെയും വിളിക്കുന്നു, ഒരാളെയും ദൈവം ഒഴിവാക്കുന്നില്ല. ഗോഡ് ഈസ് കോളിംഗ് എവ്രി വൺ. അങ്ങനെ വിളിക്കുമ്പോൾ ആ വിളി കേൾക്കുന്നവരെയാണ് ദൈവം സ്വീകരിക്കുകയും അതിനുശേഷം അവരെ നിയമനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ ആകെ വ്യത്യാസമുള്ളത് മനുഷ്യരുടെ മാനദണ്ഡങ്ങൾ. മനുഷ്യർ ഒരു കാര്യത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ, വിളിക്കുമ്പോൾ, തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നതും ദൈവത്തിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നതും വളരെ വ്യത്യസ്തമാണ്. ഇവിടെയാണ് മേജർ ഡിഫറൻസ് കിടക്കുന്നത്. ഇനി നമ്മൾ ബൈബിളിലെ ചില വാക്യങ്ങളിലേക്ക് പോകാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ പല ദിവസങ്ങളായി നമ്മൾ ഒരുവിധം ഡീറ്റെയിൽഡായി ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ പോവുക. നമുക്ക് ആദ്യമായി 2 പത്രോസ് 1-ാം അധ്യായത്തിലേക്ക് വരാം. നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ എടുക്കുക. 2 പത്രോസ് 1-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിക്കാം. തൻ്റെ മഹത്വത്താലും ശ്രേഷ്ഠതയാലും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലൂടെ
അവിടുത്തെ ദിവ്യശക്തി നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും വേണ്ടതെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ദൈവം നമ്മെ വിളിച്ചു. ആ വിളിച്ച ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കുള്ളതിനനുസരിച്ച് അവൻ്റെ ദൈവശക്തി, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ജീവിതത്തിനും ഭക്തിക്കും വേണ്ടതെല്ലാം നമുക്ക് തന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ ദൈവം നമ്മളെ വിളിച്ച് ദൈവത്തെക്കുറിച്ചുള്ള അറിവിലും ദൈവശക്തിയിലും നമ്മൾ വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള സകലവും ദൈവം തന്നെ സപ്ലൈ ചെയ്യും. ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എല്ലാവരെയും ദൈവം വിളിക്കുകയാണ്. ഇനി അതിൻ്റെ 10-11 വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. ആകയാൽ സഹോദരന്മാരെ, സഹോദരിമാരെ എന്നുള്ളതും അവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും സുനിശ്ചിതമാക്കുവാൻ അത്യധികം ഉത്സാഹിപ്പിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അത്യധികം ഉത്സാഹിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീണു പോവുകയില്ല. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വീഴ്ചയില്ല, വീണു പോവുകയില്ല. ജീവിതത്തിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്ക് ഉള്ള പ്രവേശനം നിങ്ങൾക്ക് സമൃദ്ധിയായി ലഭിക്കും. വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കിയാൽ ദൈവത്തിൻ്റെ നിത്യരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്കുള്ള ആ പ്രവേശനം നിങ്ങൾക്ക് സമൃദ്ധിയായി ലഭിച്ചിരിക്കും. ദൈവത്തിൻ്റെ ആ വിളിയും തെരഞ്ഞെടുപ്പും വളരെ വ്യക്തമായി മനസ്സിലാക്കി അതിൽ ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള, സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാകുകയുള്ളൂ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു വെളിപ്പാട് ഉണ്ടായിട്ട്, ഒരു റെവലേഷൻ ലഭിച്ചിട്ട്, അവിടുത്തെ ദൈവത്തിൻ്റെ വിളിയുടെ പ്രത്യാശയും വിശുദ്ധന്മാരിൽ അവിടുത്തെ അവകാശത്തിൻ്റെ മഹിമാധനവും. അതൊരു ലോങ് സെൻറ്റൻസിൻ്റെ ഒരു പീസാണ് ഞാൻ വായിച്ചത്. അവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഒരു ദൈവിക വെളിപ്പാടിനാൽ നിങ്ങളുടെ വിളിയെക്കുറിച്ച്, നിങ്ങളുടെ വിളിയാലുള്ള പ്രത്യാശ എന്തെന്നുള്ളത് നിങ്ങൾ ഗ്രഹിക്കണം. ഇതൊരു സാധാരണ വിളിയല്ല. എന്നെ ഒരു സ്ഥാപനത്തിൻ്റെ ഹെഡ് വിളിച്ചപ്പോൾ എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഉണ്ടായി. അങ്ങനെയെങ്കിൽ സർവഭൂമിയെയും സൃഷ്ടിച്ച മഹാദൈവം നമ്മെ വ്യക്തിപരമായി വിളിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എന്തായിരിക്കും? ആ വിളിയുടെ പ്രത്യാശ നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെട്ടു വരണം, പ്രകാശിച്ച് കിട്ടണം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിനുശേഷം കുറേ കാര്യങ്ങൾ പറയേണ്ടത്. അതെല്ലാം ഗ്രഹിച്ച് ആ ദൈവത്തിൻ്റെ കൃപയിൽ വളരുവാൻ സാധിക്കുന്നത്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ, വിശ്വസ്തനായൊരു ദൈവമാണ് നമ്മെ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് വഞ്ചിക്കുകയില്ല, കൈവിട്ട് കളയയില്ല, ഉപേക്ഷിച്ച് കളയയില്ല. വിളിച്ച ദൈവം എന്നും എന്നേക്കും നമ്മെ സ്നേഹിച്ച് കരുതി വഴി നടത്തി നമ്മുടെ ലൈഫിനെ നിത്യതയിലേക്ക് കൊണ്ടുപോകും. അങ്ങനൊരു ദൈവമാണ് നമ്മെ വിളിക്കുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്ന് ചോദിക്കട്ടെ. വൈ ഡു യു എക്സിസ്റ്റ് ഹിയർ? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ഇന്ന് നിലകൊള്ളുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത്? ഒത്തിരി പേർക്ക് അറിഞ്ഞുകൂടാ. ജനിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ? ഡു യു ഹാവ് എ പർപ്പസ് ഇൻ യുവർ ലൈഫ്? ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടാതെ വലയുകയാണോ? ചിലരൊക്കെ ജീവിച്ചിരിക്കുന്നത് എന്തൊക്കെയോ ജീവിതത്തിൽ നേടിയെടുക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹത്തിൽ. ചിലരൊക്കെ ഒരു വലിയ സ്പോർട്സ് സ്റ്റാറായി എനിക്ക് മാറണം, ഒരു വലിയ ഫിലിം സ്റ്റാറായി എനിക്ക് മാറണം, അല്ലെങ്കിൽ ഒരു വലിയൊരു വീട് എനിക്ക് പണിയണം, നല്ലൊരു ഔദ്യോഗിക നിലയിലെത്തണം. ഇതെല്ലാം ആഗ്രഹങ്ങളാണ്. ഇതിൽ പലതിലും എത്തിച്ചേർന്നെന്നിരിക്കും, എത്തിച്ചേർന്നില്ലെന്നിരിക്കും. എന്നാൽ ഇതെല്ലാം ഹ്രസ്വമായ അല്ലെങ്കിൽ വളരെ ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ള ഈ ജീവിതത്തിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ലക്ഷ്യങ്ങളാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ നോക്കുമ്പോൾ, ദൈവത്തിൻ്റെ പദ്ധതിയെ നമ്മൾ ആനലൈസ് ചെയ്യുമ്പോൾ, ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനെക്കുറിച്ചും, അത് ആൺകുഞ്ഞാകട്ടെ
പെൺകുഞ്ഞാകട്ടെ, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. God has designed and planned something. ദൈവം ചുമ്മാ ഒന്നും ചെയ്യില്ല. God has a purpose behind everything. അങ്ങനെയെങ്കിൽ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശ്യമുണ്ട്, ദൈവത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ആരാണ് ജീവിതത്തിൻ്റെ ആ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നത്? ദൈവത്തിൻ്റെ ലക്ഷ്യം കണ്ടെത്തി, ദൈവത്തിൻ്റെ ഉദ്ദേശം കണ്ടെത്തി, അതിലേക്ക് തൻ്റെ ലൈഫിനെ ട്യൂൺ ചെയ്യുന്ന, തൻ്റെ ലൈഫിനെ അലൈൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ശരിയായ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കൂ. ദൈവികമായ ഒരു നിറവേറലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. മറ്റുള്ളവർ ചിലതൊക്കെ ചെയ്തു തീർത്ത് ചിലതിലൊക്കെ ഡിസാറ്റിസ്ഫാക്ഷനോടുകൂടി എവിടെയൊക്കെയോ എത്തി, ചിലർ അകാലത്തിൽ പൊലിഞ്ഞു പോകുന്നു. എങ്ങും എത്താതെ പലരുടെയും ലൈഫ് പല സങ്കീർണതകളിലൊക്കെ കുരുങ്ങിപ്പോകുന്നു. ഒരു വലിയ സന്തോഷ വാർത്ത എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പ്ലാനുണ്ട്. ആ പ്ലാനിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, ഒരു ഇറ്റേണൽ പ്ലാൻ, നിത്യതയിലേക്ക് വരെ നീണ്ടു കിടക്കുന്ന ഒരു പദ്ധതിയാണ്. അതിൻ്റെ ഒരു ചെറിയ കഷണമാണ് ഭൂമിയിലെ ഇന്നത്തെ ഈ ജീവിതത്തിൽ നിങ്ങൾ എത്തിച്ചേരേണ്ട, നിങ്ങളായിത്തീരേണ്ട ഒരു പദ്ധതി. അങ്ങനെ 2 പദ്ധതികൾ എന്ന് വെച്ചാൽ ഒരു ഇറ്റേണൽ പ്ലാൻ ആൻഡ് ആൻ എർത്ത്ലി പ്ലാൻ. ഇങ്ങനെ 2 പദ്ധതികളാണ് ദൈവത്തിന് ഓരോ വ്യക്തികളെക്കുറിച്ചും ഉള്ളത്. ഈ സന്ദേശ പരമ്പര നാളെ ഞാൻ തുടരും. അടുത്ത ദിവസങ്ങളിലൊക്കെ തുടരുമ്പോൾ ഒന്നുപോലും മിസ് ചെയ്യരുത്. നിങ്ങളുടെ ലൈഫിലുള്ള ദൈവിക പദ്ധതിയെ വ്യക്തമായി മനസ്സിലാക്കി ലൈഫിനെ അതിനനുസരിച്ച് സ്ട്രീം ലൈൻ ചെയ്യാൻ ഓരോരുത്തരെയും ഇതിലൂടെ ദൈവം സഹായിക്കട്ടെ. ഇനി നിങ്ങൾ വളരെ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ളൊരു മിറക്കിൾസ് ടുഡേ ടെസ്റ്റിമണി കാണാൻ പോവുകയാണ്. നമുക്ക് ഇത് കണ്ട ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ബ്രദർ, ഈ സാക്ഷ്യം ഈ സഹോദരി എഴുതി തരുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിലേക്ക് വന്ന ഒരു വചനഭാഗം ഇതാണ്. കാരണം യേശുവിൻ്റെ അടുക്കിലേക്ക് രക്തസ്രാവക്കാരി സ്ത്രീ വന്നു, തൻ്റെ ശരീരത്തിൽ തൊട്ടു, അല്ലേ, തൻ്റെ വസ്ത്രത്തിൽ തൊട്ടു, സൗഖ്യമായി. പക്ഷേ ഈ സിസ്റ്റർ, ഇത് മാവേലിക്കരയിൽ വെച്ച് നടന്ന സാക്ഷ്യമാണ്. മാവേലിക്കര ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വെച്ച് നടന്നത് 2012 കഴിഞ്ഞ ജൂലൈ മാസം 20-ാം തീയതി നടന്ന ആ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വെച്ച് നടന്ന സാക്ഷ്യമാണ്. ഈ സിസ്റ്ററിന് പ്രശ്നമെന്ന് പറഞ്ഞാൽ തൻ്റെ വലത്തെ കാലിലെ മുട്ടിന് എല്ല് തേയ്മാനം നിമിത്തം 1.5 വർഷത്തോളമായി പ്രശ്നമായിരുന്നു. ഈ സഹോദരി പറയുന്ന ഇതാണ്, തനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, സ്റ്റെപ്പുകൾ കയറാൻ പറ്റത്തില്ല, അതുപോലെ എല്ലാം ബുദ്ധിമുട്ടുകളാണ്. വീട്ടിലെ ജോലി എടുക്കാൻ എല്ലാം പ്രശ്നങ്ങളായിരുന്നു, വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. സിസ്റ്റർ പറഞ്ഞത് ഇതാണ്, എല്ലാവിധത്തുള്ള, അതായത് ഇംഗ്ലീഷ് മെഡിസിൻ, ആയുർവേദ മെഡിസിൻ, എല്ലാവിധ മരുന്നുകളും പരീക്ഷിച്ചു. പക്ഷെ ഒന്നും ഒരു രോഗസൗഖ്യം കൊടുത്തില്ല, ഒരു കുറവും വന്നില്ല. ഓയിൽമെന്റ് പുരട്ടുമായിരുന്നു, കുഴമ്പ് പിടിക്കുമായിരുന്നു, ചൂട് പിടിക്കുമായിരുന്നു, ഇതെല്ലാം ചെയ്യുമായിരുന്നു, ഒന്നിനും ഒരു കുറവുണ്ടില്ല. അങ്ങനെയാണ് നമ്മുടെ മാവേലിക്കരയിൽ 2012 ഈ ജൂലൈ മാസം മീറ്റിംഗിൽ ഈ സഹോദരി കടന്നു വരികയും നമ്മൾ ഏറ്റവും അവസാനം വചന ശുശ്രൂഷ ഏറ്റവും അവസാനം ബ്രദറിനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി സ്റ്റേജിന്റെ വലതു ഭാഗത്ത് വന്ന് ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് തൻ്റെ അന്നത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അതുപോലെ തുടക്കം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവ് അതുപോലെ പ്രവർത്തിച്ചിരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഈ സിസ്റ്ററിന്റെ ഈ വലത് മുട്ടിൽ എന്തോ ഒരു തരിപ്പും എന്തോ മാതിരിയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ബ്രദർ പ്രാർത്ഥിച്ചിട്ടില്ല. അതേ തരിപ്പോടുകൂടി ബ്രദറിന്റെ അടുക്കൽ വന്നു. ഈ സിസ്റ്റർ ബ്രദർ വിഷയങ്ങളൊന്നും പറയുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചു, ബ്രദർ തലയെ കഴിച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ സിസ്റ്റർ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, അത് വരുന്നവരെ മുട്ടിന് വേദനയായിരുന്നു, നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആ വേദന സിസ്റ്ററിന് തോന്നിയില്ല. പക്ഷെ ഇരുന്ന് നോക്കിയില്ല. ഈ സിസ്റ്റർ ചെയ്ത് നേരെ വീട്ടിൽ ചെന്ന് കസേരയിൽ ഇരുന്ന് നോക്കി. അപ്പോൾ ആ വേദനയില്ല. ഇപ്പോൾ ഈ നിമിഷം വരെയും സിസ്റ്ററിന് ആ വേദനയില്ല. ഈ സിസ്റ്റർ ജോലി എടുക്കുന്നത് കശുവണ്ടി ഫാക്ടറിയിലാണ്. കശുവണ്ടി ഫാക്ടറി ജോലി എടുക്കുമ്പോൾ ഇരുന്നു കൊണ്ടാണ് ജോലി എടുക്കേണ്ടത്, നിന്നുകൊണ്ടല്ല, ഇരുന്നു കൊണ്ടാണ് ജോലി എടുക്കേണ്ടത്. അപ്പോൾ അത്രയും നാൾ ആ വേദന കടിച്ചമർത്തി വല്ലാതെ ബുദ്ധിമുട്ടിയ ജോലി ചെയ്ത സിസ്റ്റർ ഇന്ന് ആ വേദനയൊന്നും ഇല്ലാതെ സന്തോഷത്തോടുകൂടി ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി ആ രോഗസൗഖ്യത്തോടെ ഇന്ന് ഇരുന്ന് ജോലി എടുക്കുന്നു. ഒരു പ്രശ്നവുമില്ല, തനിക്ക് സ്റ്റെപ്പുകൾ കയറാം, മുട്ടിനൊരു വേദനയുമില്ല. കർത്താവ് പൂർണ്ണമായും ഈ സഹോദരിയെ സൗഖ്യമാക്കി. നിങ്ങൾ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ചില സൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതുപോലെ ജോലി ചെയ്യുന്ന ചില സഹോദരിമാർ വളരെ വേദനയിലാണ്. നിങ്ങൾ ദിവസവും വീട്ടുജോലി ചെയ്യുന്നതും പുറത്ത് ജോലി ചെയ്യുന്നതും. എന്നാൽ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കാതെ തന്നെ
സൗഖ്യം വന്നിരിക്കുന്നു എന്ന് കർത്താവിനോട് പറയുന്നു. അതുമാത്രമല്ല, അന്ന് ആരാധനയുടെ നടുവിൽ രോഗസൗഖ്യ ശുശ്രൂഷയിൽ ബ്രദർ ഇങ്ങനെ ഇതുപോലെയുള്ള മുട്ടുകാലിന് ജോയിൻസിനുള്ള വേദനയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം എടുത്തു വെച്ചു പ്രാർത്ഥിച്ചിരുന്നു. ഓക്കെ, ആ സമയത്ത് ദൈവത്തിന്റെ സാന്നിധ്യം അതുപോലെ അവിടെ ഉണ്ടായിരുന്നു. ഓൾറൈറ്റ്. ഇത് എത്ര നാളായി കാണും സിസ്റ്റർ? മാവേലിക്കര കഴിഞ്ഞിട്ട് എത്ര നാളായി? ജൂലൈ മാസം 20-ാം തീയതിയാണ് നടന്നത്. ഒരു മാസം ആയില്ല. ഒരു മാസം ആയിട്ടില്ല. ഓക്കെ, ചില ആഴ്ചകളായി. അതിനുശേഷം ആ വേദന ഇപ്പൊ ഇല്ല. ഇപ്പൊ ജോലിയെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ജോലി ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ജോലിക്ക് പോകുന്നുണ്ട്, കശുവണ്ടി ഫാക്ടറിയിൽ ജോലിക്ക് പോകുന്നുണ്ട്. കംപ്ലീറ്റ്ലി അത് മാറിപ്പോയി, ഒട്ടുമില്ല, വേദന അറിയാനേ ഇല്ല. ഹല്ലേലൂയ. അതുപോലെ കർത്താവ് സൗഖ്യമാക്കി. പ്രൈസ് ഗോഡ്. കർത്താവ് ഈ സഹോദരി അനുഗ്രഹിക്കുന്നു. ഇന്ന് ഈ സാക്ഷ്യം പറയുവാൻ യാത്ര ചെയ്തവൾ വന്നല്ലോ. കർത്താവിനുള്ള നന്ദി കാണിച്ചതുകൊണ്ട് കർത്താവുകളെ ഏറ്റവും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ശരീരത്തിൽ എവിടെ രോഗമാണെങ്കിലും, അത് മാരക രോഗമാണെങ്കിലും, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരു വലിയ സൗഖ്യം ആ ശരീരങ്ങളിലേക്ക് ഉണ്ടാകട്ടെ. ഈ സഹോദരിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതുപോലെ ശരീരത്തിൽ സൗഖ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പ്രവൃത്തിയും അവർ അനുഭവിക്കട്ടെ. അതും സാക്ഷ്യങ്ങളായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ആമേൻ. ദൈവം ചിലർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് കണ്ടപ്പോൾ നിങ്ങളുടെ അകത്ത് വിശ്വാസം വർദ്ധിച്ചു കാണും. ആ ഒരു വലിയ വിശ്വാസത്തോടുകൂടെ നമുക്കൊരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ ലൈഫിലും ചിലത് ചെയ്യാൻ പോവുകയാണ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവരെയും സ്പർശിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ആർത്രൈറ്റിസ് കൊണ്ട് വല്ലാതെ കഷ്ടപ്പെടുന്ന രോഗികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആസ്മ രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ. LC എന്നു പേരുള്ളൊരു സഹോദരി ആസ്മ രോഗം കൊണ്ട് വളരെ പ്രയാസപ്പെടുന്നൊരു സഹോദരിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ സഹോദരി സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. അസ്ഥികളിൽ പ്രയാസമുള്ളവരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. പ്രത്യേകിച്ച് നെക്കിൻ്റെ ബാക്കിൽ പുറകുവശത്തായി വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരനെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. കഴിഞ്ഞ നാളുകളിൽ വല്ലാതെ പല രീതിയിലുള്ള ലഹരി മരുന്നുകൾ, ലഹരി വസ്തുക്കൾ, ലഹരി പദാർത്ഥങ്ങൾ ശരീരത്തിൽ ചെന്നത് നിമിത്തം ഇപ്പോഴും ശരീരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ വിടുതൽ നൽകുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. വലിയ വിടുതലുകൾ ഇപ്പോൾ നടക്കുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. വർഷിപ്പ് യു ഫാദർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കാത്തറിൻ എന്ന പേരുള്ളൊരു സഹോദരിയെ കർത്താവിനെ കാണിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് സൂയിസൈഡൽ ടെൻഡൻസി വരുന്ന ആ സഹോദരിയെ കർത്താവ് ഇപ്പോൾ ഇമോഷണലി ഹീൽ ചെയ്യുന്നു. യേശുവിൽ വിശ്വസിക്കുക. മോളെ കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. അതുപോലെ കാതിൻ്റെ കേൾവി ശക്തിക്ക് സാരമായ തകരാറ് സംഭവിച്ചിട്ടുള്ള ചിലരെ കർത്താവ് വിടുവിക്കുന്നു. ജീസസ് നെയിം. ക്യാൻസർ സൗഖ്യമാകട്ടെ. മാരക രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ട്യൂമറുകൾ മാറട്ടെ. ദാമ്പത്യ ജീവിതത്തെ അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവർ വിവാഹങ്ങൾ നടക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ഓരോരുത്തരെയും കർത്താവെ അങ്ങ് കൈവച്ച് ഇപ്പോൾ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് പേരോ നിങ്ങളുടെ രോഗവിവരം എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും വിശ്വാസത്താൽ നിങ്ങളുടെ സൗഖ്യത്തെ ഇപ്പോൾ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. ജീസസ് നെയിം. ആമേൻ. ആമേൻ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഹന്ന ദേവസന്നിധിയിൽ കരഞ്ഞു വാങ്ങിയ പുത്രനാര്? Who is that son whom God gave for the cry and prayer of Hannah?
ഓപ്ഷൻസ്: എ യോശിയാവ്, ബി സെഫന്യാവ്, സി ശാമുവേൽ, ഡി ഹബക്കൂക്ക്. നിങ്ങളുടെ ഉത്തരങ്ങൾ 99589959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 422 ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.